എന്താ രാവിലെ തന്നെ ഓഫീസിൽ? ആ, ഇന്ന് കോടതിയിൽ ഹിയറിംഗിന് വെച്ചേക്കുന്ന ഒരു കേസില്ലേ, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ക്ലിയർ ചെയ്യേണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകുന്നത്. എൻ്റെ ഒരു കേസിൽ എനിക്ക് വേണ്ടി ഹാജരാകാൻ പറ്റുമോ? സ്വന്തമായി വാദിക്കറോ? LLB കയ്യിലുള്ളതല്ലേ, ഒരു പ്രാക്ടീസ് ആവും. ഇല്ല, ഈ കേസിൽ വേണ്ടത് കോടതിയും വാദമൊന്നുമല്ല. ഏതൊരു കാര്യത്തിനും സാറ് കാണിക്കുന്ന ഡെഡിക്കേഷനാണ്. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കാര്യം പറ, എന്താ സംഭവം? ആദ്യം സാർ കേസ് ഏറ്റെടുക്കുമെന്ന് പറ. ഓക്കെ, ഏറ്റെടുത്തിരിക്കുന്നു. എന്താ കാര്യം? എന്താ? എൻ്റെ ഒരു കൂട്ടുകാരി മിസ്സായിട്ട് ഇന്നേക്ക് 100 ദിവസമായി. അടിപൊളി. ഒരു 265 ദിവസം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ല, അപ്പോൾ ഒരു കൊല്ലായല്ല. ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഞങ്ങൾ തമ്മിൽ ചെറുതിലെ നല്ല സൗഹൃദത്തിലായിരുന്നു. പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ ഒന്നും ആയിട്ടില്ല. കാണാതായ കൂട്ടുകാരിയുടെ പേരെന്താ? അഞ്ജന. അഞ്ജന കൃഷ്ണൻ. അച്ഛൻ കൃഷ്ണൻ, അമ്മയില്ല. ആകെ കൂടെ ഉള്ളൊരു കൂടപ്പിറപ്പ് ചേച്ചി, അത് രഞ്ജിത കൃഷ്ണൻ. ആ, സാറിന് ഡീറ്റെയിൽസ് എല്ലാം അറിയാമല്ലേ? ജോലി ഇതായി പോയില്ലേ? എന്തായാലും കേസ് എൻ്റെ അടുത്തെത്തിയ സ്ഥിതിക്ക് ഒരു ചോദ്യം. അഞ്ജനയ്ക്ക് ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനെന്താ പറയാ, അതെനിക്കറിയില്ല. എന്നാൽ ഉച്ച കഴിഞ്ഞ് അവർ വീട്ടിൽ പോകാൻ തയ്യാറായിക്കോ. സമയം കറക്റ്റ് 4 PM. സാർ എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു. എങ്ങനെ? ഫോണിൻ്റെ ഗാലറിയിൽ ചില ഫോട്ടോസ് വരുന്നുണ്ട്. ആരും എനിക്കങ്ങനെ ഫോട്ടോ അയച്ചിട്ടില്ല. അച്ഛാ, എന്ത് പറ്റി അച്ഛാ? നമ്മുടെ അഞ്ചു ഇന്ന് അച്ഛൻ അവളെ സ്വപ്നം കണ്ടു അല്ലേ? അച്ഛാ, അച്ഛങ്ങനെ എപ്പോഴും കിടക്കില്ല അച്ഛാ. ഒന്ന് പറമ്പിലേക്ക് ഒന്ന് പോ. അവിടെ വരും അച്ഛാ, നമ്മുടെ അഞ്ചു വരും. ഇന്ന് 100 ദിവസമായി ഇരുട്ടിനെ പോലും പേടിയുള്ള അച്ഛന് ഞാൻ ഒരു ചായ എടുക്കാം. അച്ഛാ, ചായ. ചേച്ചി എന്താ മോളെ? ചേച്ചി അപ്പുറത്തുണ്ട്, ഞാൻ ഇത്തിരി മധുരത്തുണ്ട്, ഞാൻ കുടിച്ചു. എന്താ സംഭവിച്ചത്? എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. എൻ്റെ മോളെ കണ്ടുപിടിക്കണം. അച്ഛ കരയില്ല അച്ഛാ. ഇപ്പൊ സ്ഥിരം കരച്ചില്ല. ഈ മുറിന്ന് പുറത്തു പോലും പോണില്ല. ഞാനിനി എവിടേക്കാ പോവാ? അന്വേഷിക്കാനൊരു സ്ഥലമില്ല. മകൾ എവിടെയെന്നറിയാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ ഒരച്ഛന് ഇതുപോലൊരു ഗതി ഉണ്ടാവരുതേ. കരയില്ല അച്ഛാ. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. നമ്മുടെ അഞ്ചു വരും. അമ്മയില്ലാത്ത എൻ്റെ 2 മക്കളെ വളർത്തി വലുതാക്കാൻ ഞാൻ കഴിച്ച പാട് കണ്ടുപിടിക്കണം. എനിക്കെന്നെ ആളെ കണ്ടുപിടിക്കണം. അച്ഛാ, അച്ഛാ, അച്ഛനിപ്പോ എങ്ങനെയാ? എന്താ ചെയ്യണമെന്നും പറയാൻ പറ്റില്ല. രഞ്ജിത്ത് ഒന്ന് പുറത്തേക്ക് വരുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഞ്ജനയ്ക്ക് ആരായിരുന്നു ഏറ്റവും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? അഞ്ജനയെ കാണാതായിട്ടുള്ള ആ അവസാനത്തെ ദിവസത്തെ കുറിച്ചൊന്ന് പറയാമോ? ഏതടി കൂട്ടുകാരത്തി? മോളെ, കല്യാണം കഴിഞ്ഞിട്ട് വേണ്ട വരണട്ടാ. ആ, ശരി അച്ഛാ. സത്യം പറഞ്ഞോ, എന്താ പരിപാടി? ഓ, എൻ്റെ CAD മൂസേ. ഇത് ചേച്ചിക്ക് അറിയാത്തൊരു കൂട്ടുകാരിത്തിയാ. പേര് നാൻസി. ഞാൻ ഇവിടുന്ന് പോകുന്നു, ഒരു ഗിഫ്റ്റ് മേടിക്കുന്നു, കല്യാണ വീട്ടിൽ ചെല്ലുന്നു, കൊടുക്കുന്നു, പോരുന്നു. അതെ, ചോറും കൂടി നിന്നിട്ട് പോന്നാ മതിട്ടാ. ചോറ് എന്തായാലും തിന്നച്ചാ. ശരി, പോട്ടെ ചേച്ചിയമ്മ. ഓക്കേ.
സാർ എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ? ഫോണിൻ്റെ ഗാലറിയിൽ ചില ഫോട്ടോസ് വരുന്നുണ്ട്. ആരും എനിക്കങ്ങനെ ഫോട്ടോ അയച്ചിട്ടില്ല.